ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് യു ഷുഡ് അവോയ്ഡ് ഇൻ യുവർ ക്ലാസ് ടെൻത്തിൽ നമ്മൾ വരുത്തേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് കാരണം നമ്മുടെ മാർക്ക് നല്ലപോലെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്തി മാരത്തോൺസ് അറ്റൻഡ് ചെയ്യലാണ്. ലെങ്തി മാരത്തോൺസിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്തോ കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ സമയമെടുത്ത് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കിയൊക്കെ ചെയ്തു പോകണമെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റ് സമയത്ത് ഇപ്പം നിങ്ങളുടെ ഹാഫ് ഇയർലി നടക്കാമെന്ന് വിചാരിച്ചോ, ആ സമയത്ത് 2 മണിക്കൂർ ലെക്ചറൊക്കെ കൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുമ്പ് ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് പകരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പീരിയോഡിക് നടക്കുകയാണ് ഇപ്പോഴേ തുടങ്ങുന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പീരിയോഡിക് ടെസ്റ്റ് ഇപ്പോൾ നാളെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ തന്നേക്കുന്ന ഒത്തിരി ചാപ്റ്റേഴ്സൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഒത്തിരി ചാപ്റ്റേഴ്സൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉള്ള ചാപ്റ്ററിൽ ഇപ്പോൾ എന്താ പറയുക, സോഷ്യലൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയാൽ മതി. ഇപ്പോൾ സയൻസിന് ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ ഉണ്ട്, ബയോളജിയിൽ 1 ചാപ്റ്റർ ഉണ്ട്, ഫിസിക്സ് 1 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്റർ അറിയാം, ബയോളജി ഫുൾ അറിയാം, കെമിസ്ട്രി അറിയാം, ഫിസിക്സിലാണ് ബുദ്ധിമുട്ടെങ്കിൽ ഫിസിക്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്കിലും കിട്ടും എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന്. അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകാൻ പറ്റും. അല്ലാണ്ട് ലെങ്തി മാരത്തോൺസ് ഒക്കെ കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. അതും ഒരു ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 4 മണിക്കത്തെ ലൈവ് നല്ലതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കത്തെ ലൈവ് എന്തായാലും നല്ലതാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അത്രത്തോളം റിവിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങൾ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ഈ ഒരു ലൈവ് കേൾക്കുന്നു. ഈ ലൈവിലൊന്നും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റേഴ്സ് ഫുള്ളി പെട്ടെന്ന് തന്നെ നമുക്കറിയാം, സംഭവം എല്ലാം നമുക്കറിയാം. നമുക്കറിയാവുന്ന കാര്യം തന്നെ വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്യലാണ് ഈ നടക്കുന്നത്. ആൻഡ് അതിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലൈവ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് സമയം ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തന്നേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോഴേക്കും സംഭവം ഫുൾ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. കാരണം 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ ഒരു ലെക്ചർ കയറ്റിയേക്കുകയാണ്. അത് കംപ്ലീറ്റ് സംഭവം നമുക്ക് അറിയാവുന്നതാണ്, അതൊന്നും കൂടെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നേക്കുകയാണ്. അപ്പോൾ ഈ ലൈവ് കേൾക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ എന്തായാലും കേട്ട് നോക്കുക, നല്ലതാണ്. പിന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ ക്ലാസ് പ്രോപ്പറായിട്ട് കേൾക്കാതിരിക്കുന്നത്. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ വേണം. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്യണം. ക്ലാസ് ഒരിക്കലും പോയിട്ട് വേസ്റ്റ് ആവരുത്. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും നിൽക്കരുത്. നമുക്ക് 75% ഇല്ല അറ്റൻഡൻസ് വേണ്ടത്. അതാവുമ്പോൾ തന്നെ പിന്നെ അധികം പോകേണ്ട ആവശ്യമൊന്നുമില്ല. സാറ്റർഡേയ്സൊക്കെ മിക്ക സ്കൂളുകാർക്കും അധികം പഠിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ലീവ് എടുക്കുന്ന സമയം ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങളുടെ സയൻസ് മാഡമൊക്കെ ആണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത്ര ദിവസം ലീവ് എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ദിവസം നോക്കിയിട്ട് മിക്കവരും ലീവ് എടുക്കാറുണ്ട്, അവധി എടുക്കാറുണ്ട്. കാരണം സയൻസ് ഇല്ല ഓൾറെഡി. പിന്നെ ബാക്കിയുള്ളത് കമ്പ്യൂട്ടറോ അങ്ങനെ ചെറിയ പീരീഡൊക്കെ ആണെങ്കിൽ എന്തായാലും ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുക. അത് യൂട്ടിലൈസ് ചെയ്യുക, അല്ലാണ്ട് വെറുതെ ആവരുത്. ഇപ്പോൾ ഹാഫ് ഇയർലി ഒക്കെ നടക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം മിക്ക ആൾക്കാരും ലീവ് എടുക്കാറുണ്ട്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല, നമ്മളെ പഠിപ്പിക്കുന്ന സംഭവം തന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നു. ആ സമയം കൊണ്ട്, ആ ട്രാവലിങ്ങിൻ്റെ സമയം കൊണ്ട് നമുക്ക് ലാഭിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ മിക്കവാറും ചെയ്യാറുള്ള കാര്യമാണ്. പിന്നെ ചിലയിടത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ അടുത്ത് 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ലീവ് എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ 2 ദിവസം 2 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കാറില്ല. ഒരു ദിവസമാണ് മിക്കവർക്ക് ലീവ് എടുക്കുക. അതും സാറ്റർഡേയ്സ് ആണ് ഞങ്ങളുടെ ക്ലാസ്സിൽ മിക്ക ആൾക്കാരും വരാത്തൊരു ദിവസം. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ട് വെറുതെ സംസാരിച്ച് തന്നെ സമയം കളയരുത്. ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊത്തിരി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം. ടീച്ചർ ക്ലാസ്സിലിരുന്ന സമയത്ത് ടീച്ചർ കാണാണ്ടിരുന്ന് സംസാരിക്കലും പരിപാടിയൊക്കെ അവർക്കറിയാം നമ്മൾ സംസാരിക്കുകയാണെന്ന്. പിന്നെ എന്നിട്ടും അവർ നമ്മളോട് അത് സംസാരിക്കല്ലേ എന്ന് നമ്മളോട് പറയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളിലുള്ള പ്രതീക്ഷ പോയെന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ നോക്കുക. മാക്സിമം ടീച്ചർ എന്താണോ പറയുന്നത് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് കേട്ടിരിക്കുക, അതെങ്കിലും ഒന്ന് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ കേട്ടിരുന്നിട്ടില്ല പ്രോപ്പറായിട്ട്. എൻ്റെ മാർക്കിലുണ്ടായിരുന്നു.
അപ്പം എനിക്ക് മനസ്സിലായതാണ് ടീച്ചർ പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ എന്ന്. പിന്നെ റെമഡിയൽ ക്ലാസ് വളരെ നല്ലതാണ്. റെമഡിയൽ ക്ലാസ് ഇരിക്കുന്നതാണ് നോർമൽ ക്ലാസ്സിനെക്കാട്ടും ഏറ്റവും നല്ലത്. കാരണം ടീച്ചർ പിള്ളേർ അത്രയും കുറയുമ്പോഴേക്കും ടീച്ചേഴ്സിന് അത്ര ആൾക്കാരുടെ അടുത്തേക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലൈക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാനോ ടീച്ചർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ പിള്ളേരായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ വരും. റെമഡിയൽ ക്ലാസ്സിലാണ് ലൈക്ക് ഫ്രണ്ട്സിൻ്റെ ആ ഒരു ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ് റെമഡിയൽ ക്ലാസ്. കുറേ വേറെ സെക്ഷനിലെ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും നല്ലതാണ്. എനിക്ക് റെമഡിയൽ ക്ലാസ്സാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. റെമഡിയൽ ക്ലാസ് വന്നിട്ടാണ് എൻ്റെ സയൻസ് കൂടുതൽ സ്ട്രോങ് ആയത്. എനിക്ക് ഏറ്റവും വീക്ക് സയൻസ് ആയിരുന്നു. സയൻസ് ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയത് റെമഡിയൽ വന്നിട്ടാണ്. പിന്നെ എന്നെക്കൊണ്ട് മാത്സ് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് വന്നത് റെമഡിയൽ ക്ലാസ് വന്നിട്ടാണ്. എനിക്ക് അതിന് മുമ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് റെമഡിയൽ ക്ലാസ്സിന് മുമ്പൊന്നും ഇത് പാടാണ് അത് പാടാണെന്ന ഒരു മൈൻഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഓക്കെ. ഇന്നൊരു കാര്യമാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവസാനത്തെ നിമിഷത്തേക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുവയ്ക്കൽ. അതൊരിക്കലും ചെയ്യരുത്. ഞാനത് ചെയ്തിട്ടുണ്ട്. കുറച്ച് 4 മണിക്ക് പഠിക്കാം, 3 മണിക്ക് പഠിക്കാം, ഇങ്ങനെ കുറച്ച് 4 മണിക്ക് പഠിക്കാം, പിന്നെ 6 മണിക്ക് പഠിക്കാം, 6:30 ആവട്ടെ അപ്പം പഠിക്കാം, ഇപ്പം 6:20 അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് കുറേ സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഈ ഇത്ര മണിയാവുമ്പോൾ പഠിച്ചാൽ പോരെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കാൻ നോക്കുക. കാരണം ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒരു പണിയില്ല ചെയ്യാനായിട്ട്. എൻ്റെ റിസൾട്ട് വരാനായിട്ട് ഇനിയും സമയമുണ്ട്. ഏപ്രിൽ മൊത്തം ഞാൻ വെറുതെ വീട്ടിലിരിക്കുക. ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്നാണ് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ലൈക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ചാണ് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചേക്കുന്ന 3 മാസം എന്ന് പറയുന്നത്. മാർച്ച് അത്രയില്ല, എന്നാലും ജാനുവരി, ഫെബ്രുവരി ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സയൻസിനൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് ലൈക്ക് ആ ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് മാത്സിൻ്റെ ഒക്കെ എക്സാം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാനില്ല. കുറച്ച് നേരം ഫോൺ നോക്കിയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്ക് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും വായിക്കണമെങ്കിലെന്ന് വിചാരിച്ചിട്ട് വായിക്കാം, വെറുതെ സമയം അങ്ങനെ കളയണ്ടല്ലോ വിചാരിച്ചു. ബുക്ക് വായിച്ചിട്ട് എൻ്റെ സമയം അങ്ങോട്ട് നീങ്ങുന്നില്ല. എനിക്ക് ഇനിയും സമയം കിടക്കുന്നു ബാക്കി. ഈ ഒരു മാസം ഞാൻ എന്ത് ചെയ്യാനെന്ന് എനിക്കറിയാൻ പാടില്ല. വെറുതെ കിടക്കുന്നു, എനിക്ക് കുറേ സമയം കിടക്കുന്നു, പക്ഷേ എനിക്കൊന്നും ചെയ്യാനില്ല. ആ ഒരവസ്ഥ നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് സിനിമ കണ്ടു തീർത്തിട്ട് ഇനി സമയം കിടക്കുന്നു, സീരീസ് ഞാൻ കാണുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്, എന്നിട്ടും ഇനി സമയം കിടക്കുന്നു, റീൽസ് കണ്ടിട്ട് എനിക്ക് ബോറടിക്കുന്നു. അതൊക്കെ പറയാം. എനിക്കിപ്പം അത് കേൾക്കുമ്പോൾ ലൈക്ക് ഒന്നും തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ മനസ്സിലാവും ഒന്നും ചെയ്യാനില്ല. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് +1 അത് മനസ്സിലാവുള്ളൂ. +1 ആണെങ്കിൽ റിസൾട്ടൊക്കെ വരണം. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങാനായിട്ട് ഒത്തിരി സമയമുണ്ട്. റിസൾട്ട് വന്ന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് അഡ്മിഷനൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത്യാവശ്യം സമയം എടുക്കും. മെയ്, ജൂൺ ആയിരിക്കും ഞങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന മാസം. അപ്പോൾ എന്തായാലും ഏപ്രിൽ ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പഠിച്ച് ലാസ്റ്റ് ആ ഒരു സമയം റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഒത്തിരി സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കുക. വെറുതെ ഒന്നും ചെയ്യാണ്ട് ബെഡിൽ കിടക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പോൾ ഇപ്പം മാക്സിമം ഇരുന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേന്നൊന്നും ലൈക്ക് ഫുൾ നൈറ്റ് പഠിച്ചുകൊണ്ടിരിക്കരുത്. ഞാനത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സയൻസ് എക്സാം, മാത്സ് എക്സാം, പിന്നെ വേറെ ഏതുകൊണ്ടോ ഞാൻ മറന്നുപോയി. ഇതൊക്കെ ഞാൻ ലൈക്ക് ഓൾ നൈറ്റർ ഫുൾ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു. സ്ട്രെസ്സ് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കിടന്നാലും കണ്ണ് തുറന്ന് ഇരിക്കുകയാണ്. നാളത്തെ എക്സാം എന്താവും എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും പോകും. പിന്നെ 1 മണിക്കൂറത്തെ സ്ലീപ്പിലാണ് ഞാൻ 1-2 മണിക്കൂറത്തെ ഉറക്കം കൊണ്ടാണ് സോഷ്യൽ എഴുതാൻ പോയത്. അതും സോഷ്യൽ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എത്ര പഠിച്ചാലും കോൺഫിഡൻസ് അതൊരു സംഭവമാണ് സോഷ്യൽ. ഇനി ഞാൻ എത്ര പഠിച്ചിട്ട് പോയാലും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഇപ്പം ഞാൻ സയൻസും സോഷ്യലും എഴുതാമെന്ന് വിചാരിച്ചു. സയൻസിന് ഞാൻ ജസ്റ്റ് ആ ചാപ്റ്റർ പഠിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോഷ്യലിനാണ് എൻ്റെ 2 റിവിഷനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാകുന്നത് സോഷ്യലിനായിരിക്കും. കാരണം അത്രത്തോളം ഉണ്ട് അത് പഠിക്കാനായിട്ട്. കുറേ ഉണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട് പഠിക്കാനായിട്ട്. എന്നാൽ ചാപ്റ്റേഴ്സൊക്കെ ഈസിയാണ്. ചാപ്റ്റേഴ്സ് ഇങ്ങനെ ലൈക്ക് ഹിസ്റ്ററിയുടെ മാത്രം ടെസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ ഞാൻ എളുപ്പത്തിൽ എനിക്ക് ഫുൾ കിട്ടും. സിവിക്സിൻ്റെ മാത്രമാണെങ്കിൽ ഫുൾ കിട്ടും. പക്ഷേ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കിളി പോകും. അതാണ് അവസ്ഥ. പിന്നെ നിങ്ങൾ മറ്റേ മാപ്പൊക്കെ വരുമല്ലോ, മാപ്പിന് ഒരിക്കലും മാർക്ക് കളയാൻ നിൽക്കരുത്. കാരണം ഞാൻ മാപ്പ് പഠിച്ചിട്ട് പോയിട്ടേ ഇതുവരെ ഞാൻ മാപ്പ് പഠിച്ചിട്ടില്ല. അവസാനത്തെ എൻ്റെ ഒരു എക്സാമിനെ ഒഴിച്ച് ബാക്കി ഒരെണ്ണത്തിന് പോലും ഞാൻ മാപ്പ് പഠിച്ചിട്ടില്ല. മാപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്.
പിന്നെ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമ്മുടെ MCQവിനൊക്കെ മാർക്ക് കുറഞ്ഞാലും മാപ്പിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എൻ്റെ ടെസ്റ്റിൽ എനിക്ക് ഏറ്റവും ബോർഡ് എക്സാമിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് MCQവിലാണ്. ഈവൻ മാപ്പ് എനിക്ക് ഓക്കെ ആയിരുന്നു. ലോങ് ആൻസേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ലോങ് ആൻസേഴ്സ് നമുക്ക് എന്താ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ആ ഒരു പേജിന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയെങ്കിലും ടീച്ചറിന് മാർക്ക് ഇടാൻ തോന്നിട്ട് എന്ന് വെച്ചാൽ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന എല്ലാം എഴുതിയിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ ചാപ്റ്റർ മൊത്തം എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ മൊത്തം എഴുതിയിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് അറിയാൻ പാടില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ഫുൾ മാർക്ക് തന്നേക്കുന്ന അത്രയും മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് 5 മാർക്ക് തന്നെ വേണം എന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ ഫുൾ എഴുതിയേക്കുന്നത്. പക്ഷേ MCQ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. MCQ മറ്റേ ഓപ്ഷനുള്ളൂ. MCQ ഞാൻ കഷ്ടപ്പെട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. MCQ ആയിരുന്നു എൻ്റെ സോഷ്യലിന് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് MCQയും കൂടെയാണ്. ലോങ് ആൻസറൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടിക്കോളൂ. കാരണം ഇത്രയും പഠിച്ച് വരുമ്പോഴേക്കും ഒത്തിരി ദിവസം കിട്ടുമ്പോഴേക്കും ലോങ് ആൻസറൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കഥ പോലെ തന്നെ ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് തന്നെ എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ ആ 2 പേജ് എനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ്. നെപ്പോളിയാനിക്കോട് അവരുടെ ഇത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ക്ലിയർ എൻ്റെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ അതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അത്രത്തോളം ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പോയതാണ്. ഫസ്റ്റ് 2 ചാപ്റ്ററാണ് എനിക്ക് ഹിസ്റ്ററിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. സെക്കൻഡ് ചാപ്റ്റർ വലിയ കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് ചാപ്റ്ററൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ മന്ത്ലി ടെസ്റ്റ് ഒന്നും നിങ്ങൾ ഭയങ്കര ലൈറ്റായിട്ട് എടുക്കരുത്. മന്ത്ലി ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരു മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇച്ചിരിയേ ഉള്ളൂ. ആ ഒരു ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആണ് നിങ്ങളുടെ പീരിയോഡിക് ടെസ്റ്റിന് ആ മന്ത്ലി ടെസ്റ്റിന് വരുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ്. ഇപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ വിചാരിച്ചു. പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കുക. ഞാൻ ഫുഡ് കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ഒന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഞാൻ എൻ്റെ ഹെൽത്ത് കുറച്ച് നോക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഹെൽത്തും കൂടെ കുറച്ച് നോക്കണം. ഞാൻ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാണ്ടാണ് എൻ്റെ അമ്മ എപ്പോഴും വഴക്കുറയായിരുന്നു. ഞാൻ എൻ്റെ ബോർഡ് എക്സാമിന് പോകുന്ന സമയത്ത് പോലും ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കത്തില്ലായിരുന്നു, ടെൻഷൻ കൊണ്ട്. ആ സ്ട്രെസ് എനിക്ക് വരാൻ കാരണം എൻ്റെ പോർഷൻസ് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയാലും എനിക്കൊരു സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഒട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ പ്രോപ്പർ നോട്ട് നിങ്ങൾ ഇപ്പോഴേ ഉണ്ടാക്കി വയ്ക്കാൻ നോക്കുക. സോഷ്യലിന് സയൻസിന് രണ്ടിനും പ്രോപ്പർ നോട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. ലെക്ചർ കണ്ടിട്ടായാലും എങ്ങനെ ആയാലും നിങ്ങൾ ലെക്ചർ കണ്ടിട്ട് നോട്ട് എടുക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. സയൻസിന് എസ്പെഷ്യലി പ്രശാന്ത് സാറിൻ്റെ വീഡിയോ ആണെങ്കിൽ നല്ല സെറ്റായിട്ട് നോട്ട് കിട്ടും. പിന്നെ അല്ലാണ്ട് PDF ഉണ്ട്, അതിരുന്ന് എഴുതാൻ നിൽക്കരുത്. ഞാൻ ചെയ്ത മണ്ടത്തരമാണ് PDF നോക്കിയിട്ട് എന്നെ കാണാപ്പാടെ എഴുതിയിടുക. അത് ചെയ്യരുത്. ലെക്ചർ കാണുക, അതിൻ്റെ ഒപ്പം തന്നെ നോട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ലെക്ചർ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് എഴുതിയെടുത്തിട്ട് ഫസ്റ്റ് അത് എഴുതിയെടുക്കുക. എന്നിട്ട് പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ അത് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എങ്ങനെയായാലും ലെക്ചർ കണ്ടുകൊണ്ട് നോട്ട് എഴുതുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ചെറിയ ബുക്കൊക്കെ ആണെങ്കിൽ അത് ക്യാരി ചെയ്തുകൊണ്ട് പോവുക. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ട് തോന്നും. ഇതൊക്കെ എനിക്കറിയാം എന്ന രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ വന്നിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഒന്നും വിട്ടുപോകത്തില്ല. ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറും പറയാൻ പറ്റും. അപ്പോൾ ലെക്ചർ കണ്ട് തീർക്കാൻ നോക്കാം. ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് ഇതൊക്കെയാണ്. പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ബാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പേഴ്സിൻ്റെ ബാച്ച് ഉണ്ട്, PWD ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സൈലം ഉണ്ട്, എക്സാമിനർ ഉണ്ട്. ഇവരെയൊക്കെ ബാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും ബാക്ക്ലോഗ്സ് വരുത്താതിരിക്കാൻ നോക്കുക. എനിക്കുണ്ടായിരുന്നു. ഞാൻ ബാച്ചൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാണ്ട് അവർ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, യൂട്യൂബിലുണ്ടാവുമല്ലോ, അതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതുവരെ ഞാൻ ബാച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എക്സാമിനർ സൈലം ഒക്കെ കാണുന്ന ആൾക്കാരാണ്. ഞാനും കണ്ടിട്ടുണ്ട്. എക്സാമിനർ ആയാലും സൈലം ആയാലും ചില ടോപ്പിക്സ് ഒന്നും നമുക്ക് അവർ പഠിപ്പിക്കുന്ന ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ എക്സാമിനർ അല്ലെങ്കിൽ സൈലത്തിൽ നോക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാത്തിലും നോക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഫസ്റ്റ് സൈലം പഠിക്കും, അതിൻ്റെ എല്ലാം എഴുതിയെടുക്കും. അതുപോലെ എൻ്റെ ആ ചാപ്റ്ററിൽ ഞാൻ എക്സാമിനർ നോക്കും. എന്നിട്ട് വിട്ടുപോയ ക്വസ്റ്റ്യൻസ് വല്ലതും ഇതിനകത്തുണ്ടെങ്കിൽ എടുക്കും. മിക്കവാറും റിപ്പീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നേരത്തെ തന്നെ തീരുമാനിച്ച് വയ്ക്കാൻ നോക്കാം. ഏതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നോക്കാൻ പോകുന്നത്. അവരെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അവരുടെ തന്നെ നോക്കി നിൽക്കുക. അവരെ തന്നെ റെഫർ ചെയ്യുക. അല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാവരും നോക്കുക. അല്ലാണ്ട് ഒരു ലെക്ചർ കാണുകയാണെങ്കിൽ അത് അവരുടെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ
ഫോളോ ചെയ്യുക. ഒരു ടീച്ചറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും. അപ്പം നിങ്ങളൊരു ടീച്ചറായിട്ട് ഫെമിലിയർ ആവുകയാണെങ്കിൽ അവർ തന്നെ കണ്ടിന്യൂസ് കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ്, ഞാൻ സാൻസ്ക്രിറ്റ് എടുത്തേക്കുന്നത്, നിങ്ങൾ ഹിന്ദി ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഗ്രാമർ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇംഗ്ലീഷൊന്നും ഞാൻ പ്രോപ്പർ പഠിക്കാണ്ട് പോയ ഒരാളാണ്. ഇവിടെ അടുത്ത് അല്ലെങ്കിൽ വേണ്ട. ഇംഗ്ലീഷ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇംഗ്ലീഷാണ് ഞാൻ ഒരു കുഴപ്പിയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, കാരണം ഇംഗ്ലീഷ് ഇതൊക്കെ എനിക്കറിയാം, ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ഇംഗ്ലീഷിൽ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ ഗ്രാമർ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ലെക്ചർ നമുക്ക് എന്തായാലും മാർക്ക് എഴുതിയെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഗ്രാമർ പ്രാക്ടീസ് എന്തായാലും വേണം. എൻ്റെ ഒറ്റ എക്സാമിന് എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയിട്ടുണ്ട് ഇംഗ്ലീഷിന്. അതെനിക്ക് എത്ര കിട്ടിയ 27 തോന്നുന്നു. 40 എനിക്ക് 27 കിട്ടി. എൻ്റെ എല്ലാ കോൺഫിഡൻസും ആ സമയത്ത് എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഗ്രാമർ എൻ്റെ പോയിരുന്നു. ആ ലിറ്ററേച്ചർ പാട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞു. ലിറ്ററേച്ചർ പാട്ട് വെച്ച് ഒറ്റ ഇതുകൊണ്ടായി പിടിച്ചിരുന്നത്, ആ ചാപ്റ്റർ ഈസി ആയതുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാം പോയിന് നല്ല പാടായിട്ടുള്ള പേപ്പറിന് എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം എങ്ങനെയെങ്കിലും ഗ്രാമർ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് നോക്കുക. ചിലർക്ക് എനിക്ക് വീക്കായിട്ട് തോന്നിയത് മറ്റേ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് 10th അടിച്ചിട്ട് റിപ്പോർട്ടഡ് സ്പീച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതടിക്കാം. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് വരും, അതിലൊന്ന് കണ്ട് റെഫർ ചെയ്തിട്ട് മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക. കുറേ ആൾക്കാർ ഇടുന്നുണ്ട് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അതിനുള്ളതാണ്. ഏതാണ് ബെസ്റ്റ് ടീച്ചറാണ് നിങ്ങൾക്ക് പറ്റുന്നതെന്നൊക്കെ നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്യുക. പക്ഷേ എന്തായാലും 4 മണിക്കത്തെ മാരത്തോൺ നമ്മൾ മിസ്സാക്കിക്കൊണ്ട് പോകരുത്. എസ്പെഷ്യലി ഫോർ സയൻസ്. സയൻസാണ് കൂടുതൽ പറയുന്നത്, കാരണം സയൻസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായത്. അതുകൊണ്ട് സയൻസിന് ഒരിക്കലും മിസ്സാക്കരുത്. ബാക്കി നിങ്ങൾ മിസ്സാക്കിയാലും ഇല്ലെങ്കിലും സയൻസ് ഒരിക്കലും മിസ്സാക്കരുത്. അപ്പം അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.